നമസ്കാരം. നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടാവില്ലേ, മുട്ടിലിഴയുന്നവർ, നടക്കുന്നവർ, ഇവരുമായിട്ടൊക്കെ നമ്മൾ പുറത്ത് ഇരിക്കുന്ന സമയത്ത് അവരെ നമ്മൾ എത്രമാത്രം കെയർ ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരു ന്യൂസ് റിപ്പോർട്ട് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ഇപ്പം ഞാനിവിടെ ഒരു ന്യൂസ് റിപ്പോർട്ട് പ്ലേ ചെയ്യാം, ഒന്ന് കണ്ടേ. നിങ്ങളെല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ച് കണ്ടേ. നോക്ക്, കണ്ടോ? ഒരു ഫാറൂഖ് പുതിയടത്ത് പോകുന്ന ഒരു ബസ് നിർത്തിയിട്ടാണ് ആ കൊച്ചിനെ രക്ഷിച്ച അതിന്റെ മാതാപിതാക്കളിൽ കൊടുത്തത്. എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല. ലൈക്ക് ഇപ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്, വീട്ടിൽ നിന്ന് കുഞ്ഞിറങ്ങി ഓടി, അല്ലെങ്കിൽ ഇപ്പോൾ മൃഗങ്ങളാണെങ്കിൽ മൃഗങ്ങൾ ഇറങ്ങി ഓടി എന്നൊക്കെ. മൃഗങ്ങളെക്കാൾ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ കുഞ്ഞു മക്കള്, അല്ലെ? അപ്പോൾ ഒരു പത്രം വായിക്കുവാണ് എന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെ നിന്ന് കളിക്കുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ആ ഗേറ്റ് അടച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണ്ടേ? എന്ത് അശ്രദ്ധമായിട്ടാണ് ഈ പാരന്റ്സ് ആ കുഞ്ഞിനെ നോക്കുന്നതെന്ന് എനിക്കറിയില്ല. ശരിക്കും ലജ്ജാവഹമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ കാണുന്നത്. കാരണം ആ ഒരു പാരന്റ്സ് കുറച്ച് ശ്രദ്ധ ചെലുത്തിയിരുന്നു എങ്കിൽ ഇതിങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ. ഒരു പക്ഷേ ആ കുഞ്ഞ് ഏതെങ്കിലും വണ്ടിയുടെ അടിയിൽ പെട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ? അത് റോഡിൽ ഇരിക്കുകയാണ്, ഇത് ബ്ലേഡ് വിഷനാണ്. പക്ഷെ ആ വീഡിയോ തന്നെ ബ്ലേഡാണ്, ആ കൊച്ചിന്റെ കാര്യം ബ്ലേഡായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ആ കുഞ്ഞ് ഏതെങ്കിലും ഒരു വണ്ടിക്കടിയിൽ പെട്ടിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇവരാരോട് പോയി ഉത്തരം പറയും? അല്ലെങ്കിൽ ആ ജീവൻ ആരുത്തരം പറയും? നമ്മുടെയൊക്കെ വീടുകളിൽ കുഞ്ഞു മക്കളുള്ളതാണ്, അല്ലേ? അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. അവരുമായിട്ട് പുറത്തിരുന്ന് കളിക്കുന്നുണ്ട് എങ്കിൽ അവരെ എക്സ്ട്രാ കെയർ കൊടുക്കുക. ഇപ്പോഴത്തെ കാലമാണ്, വണ്ടികൾ ചീറിപ്പായാണ് റോട്ടിൽ കൂടെ. അപ്പം എന്തൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. കുഞ്ഞി പിള്ളേരാണ്, നമ്മളെപ്പോലെ ബോധമുള്ളവരല്ല. അവർ ചിലപ്പോൾ ഇറങ്ങിപ്പോയി എന്നൊക്കെ ഇരിക്കും. അവരിറങ്ങി പോവാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇപ്പം ആ ഇറങ്ങിപ്പോയ പോക്കിന് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാലോ? ഇപ്പം ബസ്സുകാർ കണ്ടു നിർത്തി. നാളെ ഏതെങ്കിലും ഈ തട്ടിക്കൊണ്ടുപോക്കൊക്കെ സ്ഥിരം കേൾക്കുന്ന കേസല്ലേ? ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാൽ എന്ത് ചെയ്യും? ആരോട് ഉത്തരം പറയും? നാണക്കേട്. എന്തായാലും ഇനിയും അവര് ആ കൊച്ചിനെ നന്നായിട്ട് നോക്കും. കാരണം ഇപ്പം എല്ലാവരും ഈ ഒരു വാർത്തയൊക്കെ വന്ന സ്ഥിതിക്ക് എല്ലാവരും അത് കണ്ടിട്ടുണ്ട്. പിന്നെ വാർത്ത വരുമ്പോഴല്ല കാണേണ്ടത്, അല്ലാതെ കാണണം, ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലെ നമ്മുടെ കുട്ടിയാണ്, നമ്മൾ ശ്രദ്ധിച്ചില്ല വേറെ ആരും ശ്രദ്ധിക്കാൻ പോണില്ല. ഇപ്പം സേഫ് ആയതുപോലെ ഇനി സേഫ് ആയിക്കോണം എന്ന് നിർബന്ധമില്ല. എന്നെ കാണുന്ന കുഞ്ഞുമക്കളോട് എല്ലാവരും ശ്രദ്ധിക്കുക.